ഞാൻ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു ഒരു പേരാണ് അനുമോൾ എന്നൊരു വ്യക്തി എന്നുള്ളത്. ആർക്കും എന്നെ അറിയത്തില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇവര് നിൽക്കുന്നതോ PR-ന്റെ ബലത്തിലോ? അപ്പോ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇതുവരെ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ PR-ന്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന്. ഞാൻ എന്റെ അത്ര മോശക്കാരിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ആഴ്ച ഞാൻ എവിറ്റ് ചെയ്ത് പോകണമെന്നാണ്. അപ്പോഴിത് നിൽക്കുള്ളൂ. ഞാൻ എവിറ്റ് ചെയ്ത് വീട്ടിൽ ഇരുന്നാലേ ഇവർ മനസ്സിലാക്കുള്ളൂ അനുമോൾ PR-ന്റെ ബലത്തിലല്ല എന്നുള്ളത്. ഞാനും ഇവിടെ വന്നിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഫെയിമിന് വേണ്ടിയിട്ടല്ല. ഒന്നാലോചിക്കുക, നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ഈ സീസണിൽ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയ താരം അനുമോൾ പൊട്ടിക്കരയുന്ന ആ ഒരു കാഴ്ച. അതിനെ തുടർന്ന് എന്താണ് ഉണ്ടായത് നമുക്കറിയാം. ഇന്നലെ രാത്രി ബിഗ് ബോസിന്റെ എപ്പിസോഡ് കണ്ട നമ്മൾ ഓരോരുത്തരും, ഓരോ പകയന്മാരും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെയാണ് കിടക്കാൻ പോയത്. ആ രീതിയിൽ ഇമോഷണലിലേക്ക് തള്ളിവിടുന്ന ഒരു കരച്ചിലായിരുന്നു അനുമോളുടേത്. അതായത് ഈ സീസണിൽ കപ്പടിക്കാൻ ഇപ്പോഴും സാധ്യതയുണ്ട്. മത്സരം അവസാന ഘട്ടത്തിലോട്ട് നീങ്ങുമ്പോൾ പോലും താൻ എവിക്റ്റായി അടുത്ത ആഴ്ച പോണം, അല്ലെങ്കിൽ താൻ സ്വയം പിന്മാറാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിലും താൻ എന്തായിരുന്നുവെന്ന് പ്രേക്ഷകർ തിരിച്ചറിയണമെന്ന് പറയുന്ന അനുമോളെ നമ്മൾ നെഞ്ചിലേറ്റിയതിൽ യാതൊരു കുറ്റബോധവും ഒരു പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കില്ല. അതെ, കപ്പടിക്കുന്നതിലും മേലെ, വിന്നർ ആവുന്നതിലും മേലെ, അതുക്കും മേലെ തനിക്ക് താൻ എന്താണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരുപക്ഷെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. ഈ രീതിയിൽ ആക്ഷേപങ്ങൾ തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അനുമോൾ സ്വയം കിറ്റ് ചെയ്ത് പിന്മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. എന്നാൽ അനുമോളുടെ ഈ ഒരു കരച്ചിലിന് കാരണക്കാരാരാണ്? അതേ, മറ്റാരുമല്ല, ലെസ്ബിയൻ ദമ്പതികൾ. ഈ സീസണിൽ നമ്മൾ ഓരോരുത്തരും നെഞ്ചിലേറ്റിയ ലെസ്ബിയൻ ദമ്പതികൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാട്ടാ ഗേൾസ് എന്ന രീതിയിൽ വലിയ രീതിയിൽ ഒരു ഗ്രൂപ്പായി കളിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഈ താരങ്ങൾ തമ്മിൽ വലിയ കശപിശ ഉണ്ടായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ലെസ്ബിയൻ ദമ്പതികൾ പിന്നോട്ടില്ല എന്ന മട്ടിലാണ് അവരും കരച്ചിൽ സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോയിരിക്കുന്നു. ലെസ്ബിയൻ ദമ്പതികൾ കൂടിയിരുന്ന് എന്തൊക്കെയോ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. എന്താണത്? ഫെയിമിന് വേണ്ടി കൂട്ടുകൂടിന്നൊക്കെ വാഗോണ്ട് പറയണ്ടല്ലോ. അതാ ഉദ്ദേശിച്ചത്. നമുക്ക് ചോറ് നിന്ന ആൾക്കാരല്ലേ, ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ഒക്കെ അറിയൂല. അതാണ് അവള് കിടന്ന് കാണിക്കുന്നത്. പട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും. അത് എന്തെങ്കിലും മിസ്റ്റേക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള കണ്ടുപിടിക്കാൻ കാത്തുക ഇവക്ക് ഇഗ്നോർ ചെയ്ത് തെറ്റിപ്പിരിഞ്ഞ് പോവാൻ തീരാനുമായല്ല. അപ്പൊ ഇവിടുന്ന് തുടങ്ങിയത് ഇവിടുന്ന് തന്നെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. നമ്മുടെയിലൊന്നും ലാല കണ്ടിട്ട് ഇങ്ങനെ കൂട്ടുകൂടാൻ പിന്നെന്തായിരിക്കും അല്ലേ? ഭർത്താവ് ദമ്പതി പൊട്ടിക്കരയാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല കൂട്ടുകൂടാൻ. എന്ത് കണ്ടിട്ടാണ് നമ്മളോട് കൂട്ടുകൂടേണ്ടത്? അതെ, ലെസ്ബിയൻ ദമ്പതികളുടെ കയ്യിലുള്ള ഏക പരിപാടി അതെ LGTB-കാരുടെ അതേ പരിപാടി തന്നെയാണ്. അതുകൊണ്ട് അത് കണ്ട് പ്രത്യേകിച്ച് സാധാരണ നിലയ്ക്കുള്ള ആളുകൾ കൂട്ടുകൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെന്താ ഒരു വിലയില്ലേ കണ്ട ഒരു ഫേവ് കണ്ടിട്ട് കൂട്ടുകൂടാൻ? അപ്പൊ അവരുടെ ഉള്ളിൽ നമ്മുടെ വില ആലോചിച്ചോക്ക്. നമ്മളെ മിസ്റ്റേക്ക് അത്. ഇറ്റ്സ് ഓക്കെ. ഇവിടെ തീർന്നിട്ടോ. അതായത് ലെസ്ബിയൻ ദമ്പതിക്ക് മനസ്സിലായി തനിക്ക് എന്ത് വിലയാണ് ആ കള്ള ഹിമാർ അനുമോൾ എന്ന് പറയുന്ന ആ ഒരു ഹിമാർ ഇട്ടെന്ന്. അതായത് ലെസ്ബിയൻ ദമ്പതി ഓളെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് അനക്ക് പറ്റിയത്? ഇത് അന്റെ ഒരു സ്ട്രാറ്റജി അവിടെ വർക്കൗട്ട് ആയില്ല. ഇനി ഉമ്മമ്മപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓളുടെ പുറകെ നടന്ന്, അല്ല അന്റെ ഉമ്മ ഒന്നും വലിയ രീതിയിൽ അങ്ങോട്ട് വർക്കൗട്ട് ആയില്ലെന്നാണോ ഈ ഉദ്ദേശിക്കുന്നത്? ഇതൊരു പരാജയമാക്കേണ്ട ആവശ്യമില്ല. വീണ്ടും സമയമുണ്ട്. ഇനി 7 ദിവസങ്ങളുണ്ട്. അനക്ക് വീണ്ടും ട്രൈ ചെയ്ത് ഓളെ എന്റെ വരുതിയിൽ 100 കൊണ്ടുവന്ന മാതിരി ഓളെ എന്റെ വരുതിയിൽ വരുത്താനുള്ള സമയം ഇനിയുമുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മൊത്തത്തിൽ കരച്ചിൽ. അതായത് ഗ്രൂപ്പായിട്ട് കളിച്ച ഈ കള്ളഹിമാറുകൾ കരച്ചിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അതിനിടയിൽ ഏറെ സന്തോഷകരമായ ബിഗ് ബോസിന്റെ ആരാധകരെ, പ്രേക്ഷകരെ, ഒരുപക്ഷെ ഈ സീസണിൽ കാമക്കടുവ ഇല്ലാതായി പോയത് വലിയ രീതിയിലുള്ള ക്ഷീണം സീസൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്യൻ ഖദോരിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് ഒന്നുമേ കിട്ടിയില്ല. എന്നാൽ ലവ് കോംബോ ഉണ്ടാകുമെന്ന് കരുതി അതും ഉണ്ടായില്ല. എന്നാൽ ആ ഒരു പ്രേക്ഷകർക്ക്, അത്തരം പ്രേക്ഷകർക്ക്, ലവ് കോംബോ നെഞ്ചിലേറ്റുന്ന പ്രേക്ഷകർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ്? അതേ, രാത്രിയിൽ അനുമോളുടെ ബെഡ്ഷീറ്റ് പൊക്കി, അനുമോളുടെ ബെഡ്ഷീറ്റ് അല്ല അനീഷിന്റെ ബെഡ്ഷീറ്റ് പൊക്കി നോക്കിയതിനു ശേഷം അനുമോളോട് ചില സത്യങ്ങൾ, ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. എന്താണത്? സംഗതിയൊക്കെ തമാശയാണെങ്കിലും അനുവിനോടൊരു ചെറിയ ഇഷ്ടം. അതെന്ത് പറഞ്ഞല്ല? എന്നോട് പറഞ്ഞല്ല. പറഞ്ഞ പിന്നെ എന്നോട് പറയാൻ ഏൽപ്പിച്ചെന്തിനാ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ. പിന്നെ എന്നോടൊരു ഡ്രാമ അല്ലേ? അത് എപ്പോഴാന്നറിയോ?
ബ്ലാങ്കറ്റ് മൂടിക്കിടന്നപ്പോൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കുക, രാത്രി കിടക്കുമ്പോ അവിടെ ഇങ്ങനെ നോക്കുക. അപ്പം ഇങ്ങനെ ബ്ലാങ്കറ്റ് മാറ്റിയിട്ട് ഞാൻ നോക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുക. അപ്പം ഞാൻ അതെ, ലവ് കോംബോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ആഘോഷരാവ് തന്നെ. നിങ്ങൾ എത്ര പേരാണ് ലവ് കോംബോ ഇതിനടക്കം, അതായത് അനീഷും അനുമോളും തമ്മിലുള്ള ഒരു ലവ് കോംബോ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. അനീഷിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. തന്റെ കല്യാണത്തിന് വേണ്ടി ഏറ്റവും അധികം താൻ ഉണ്ടാക്കിയ പൈസ മുഴുവൻ മുടിച്ചു കളഞ്ഞ ഒരു പഹയനാണ് അനീഷ്. അങ്ങനെ ഒരു അനീഷിന്റെ ഉറക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ കളിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഈ അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ ഉറക്കം പോയിരിക്കുന്നു. രാത്രിയിൽ ബെഡ്ഷീറ്റ് പൊക്കി ഓൻ എന്തെല്ലാമോ പറഞ്ഞിരിക്കുന്നു. എന്താണത്? അങ്ങനെ കാണിച്ച ആളാണ് സംഭവം കാണിച്ചില്ല. കണ്ണടച്ച് കിടക്കാണോ? അങ്ങനെ ചോദിച്ചോ? ഞാൻ പറഞ്ഞു എന്നെ കുത്തിക്കൊല്ലേ പ്ലീസ്. അതെ, നമ്മളെല്ലാവരും വളരെ ആഗ്രഹിച്ച ആ ഒരു ലവ് കോംബോ ഏറ്റവും ഒടുവിൽ സംജാതമായിരിക്കുന്നു. അനീഷ് തുറന്നു പറഞ്ഞിരിക്കുന്നു അനുമോളോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥി അനീഷിന്റെ പുറകെ അനീഷിനെ വലവീശി പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത് സത്യമാണെങ്കിൽ, ഇവരുടെ ആഗ്രഹം സത്യമാണെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കും. കഴിഞ്ഞ 2-3 സീസണുകളായി നമ്മൾക്ക് നടത്താൻ കഴിയാതിരുന്ന ആ ഒരു ഒന്നിപ്പിക്കൽ ഈ സീസണിൽ ഈ കള്ള ഹിമാറുകളെ നമ്മൾ ഒന്നിപ്പിച്ചിരിക്കും. പക്ഷെ കല്യാണം വേണമെന്ന് ആരും വാശി പിടിക്കരുത്. അനുമോളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇതിനു മുമ്പ് സ്റ്റാർ മാജിക്കിന്റെ ടീമുകൾ ധാരാളമായി ശ്രമിച്ചിരുന്നു. ഏതാണ്ട് 5-6 വർഷത്തോളമായി അനുമോളും തങ്കച്ചമ്പിതിരയും തമ്മിൽ ഒരു കോംബോ ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിച്ചു. കല്യാണത്തിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ കല്യാണം അത് ഞമ്മക്ക് താല്പര്യമില്ല എന്ന മട്ടാൾ അനുമോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴും ഈ ഒരു കോംബോ വിശ്വസിച്ച് വൈകാരികമായി ഇടപെടുന്ന ചില ആളുകളുണ്ട്. എന്താണ് നിങ്ങൾ അതിനെ കാണുന്നത്? ഇത് സത്യമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനുമോളും അനീഷും തമ്മിൽ ഒരു ലവ് കോംബോ പൂവണിയാനുള്ള സാധ്യതയുണ്ടോ? അതൊരു വിവാഹത്തിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒപ്പം തന്നെ അനുമോൾ കിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? അതായത് പി ആർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഇനി കപ്പടിച്ചാൽ പോലും അനുമോൾ PR-ലൂടെ കപ്പടിച്ചെന്നൊരു ആരോപണം വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാനഹാനി അനുമോൾ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ സംബന്ധിച്ചുണ്ടാവും. അതുകൊണ്ട് തന്നെ മാനഹാനി ഭയന്ന് അനുമോൾ കിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ലെസ്ബിയൻ ദമ്പതികളായ ആദിലയും നൂറയും അനുമോളോട് ഈ കാട്ടിയത് കടുത്ത അനീതിയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഉറപ്പായും ഹൈപ്പ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.